ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ യാത്ര ചിത്വാൻ നാഷണൽ പാർക്കിലേക്കായിരുന്നു. ഹലോ ഗൈസ്, ദിസ് ഈസ് ചിത്വാൻ നാഷണൽ പാർക്ക്. വി ആർ എൻറ്ററിംഗ് ടു ചിത്വാൻ നാഷണൽ പാർക്ക്. ഗൈസ്, അങ്ങനെ ഞങ്ങൾ ചിത്വാൻ നാഷണൽ പാർക്കിൻ്റെ അകത്തെത്തി. അവിടെയുള്ള ഒരു പൂന്തോട്ടമാണ് ഈ കാണുന്നത്. അവിടെ നിന്ന് കുറച്ച് മുമ്പോട്ട് പോകുമ്പോൾ അവിടെ ടിക്കറ്റ് കൗണ്ടേഴ്സ് എല്ലാം കാണുവാൻ സാധിക്കും. ജംഗിൾ സഫാരി അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പോകാനുള്ളത്, അതിനുള്ള വാഹനങ്ങളും എല്ലാം ഇവിടെ ഉണ്ട്. ഈ കാണുന്നതെല്ലാം ജംഗിൾ സഫാരി പോകുന്ന വാഹനങ്ങളാണ്. ഗൈസ്, അങ്ങനെ ഞങ്ങൾ ചിത്വാൻ നാഷണൽ പാർക്കിൻ്റെ അകത്ത് സൗരഹ ഒരു ബീച്ച് എന്നാണ് പറഞ്ഞത്. ഇതൊരു പുഴയിലൊക്കെ തീരുമെന്ന് തോന്നണേ. അപ്പോൾ അവിടെ വന്നേക്കാണ്. ഒരുത്തിൻ്റെ അടുത്ത് ചാടാൻ വെള്ളം ഉണ്ടോയെന്ന് ചോദിച്ചപ്പോൾ കാണിച്ചു തന്ന പ്ലേസാണ്. പക്ഷെ ഇവിടെ മുതലേക്കുണ്ടെന്ന് പറയണേ, ശരിയാണെന്ന് അറിയില്ല, നോക്കാം. ഓ ഗൈസ്, നേരത്തെ പറഞ്ഞല്ലായിരുന്നു, മുതലുണ്ടായിരുന്നു. അടിപൊളി പ്ലേസാണ്, പക്ഷേ ചാടാൻ പറ്റിയ വെള്ളമൊന്നും നേപ്പാളിൽ കാണില്ല. ഇവൻ വെറുതെ പറഞ്ഞാന്ന് വിചാരിച്ചത്, പക്ഷെ ഇവിടെ മുതലേക്കുണ്ട്. ഗൈസ്, അങ്ങനെ ഞങ്ങൾ ചിത്വാൻ നാഷണൽ പാർക്കിൽ ഇതെന്താണ് അതിൻ്റെ പേര്, വന്നു. ഇവിടെയൊക്കെ മൊത്തം ക്രോക്കഡൈലാണ് ഗൈസ്. ഇവിടെ ഒന്നും നമുക്ക് ചാടാൻ പറ്റില്ല ഗൈസ്. അങ്ങനെ ഞങ്ങൾ ചിത്വാൻ നാഷണൽ പാർക്കിൽ സൗര എന്ന് പറഞ്ഞ റിവറിൻ്റെ ഒക്കെ അടുത്തെത്തി. ഇതെന്താ പറയണ, വേൾഡ് ഹെറിറ്റേജ് ആണെന്നൊക്കെയാണ് പറയണേ. കണ്ടിട്ട് തോന്നണമൊന്നുമില്ല. ഇവിടെ നിറച്ച് മുതലുകളും കാര്യങ്ങളൊക്കെയാണ് അവിടെ കിടക്കണുണ്ട്. ജസ്റ്റ് ഇപ്പം കാണിച്ചു തരാം. ഓ, ചീങ്കണ്ണി. ഓക്കെ ഓക്കെ. മുതല മാത്രമല്ല ഗൈസ്, ചീങ്കണ്ണി ഉണ്ട്, മുതലുണ്ട്, ചീങ്കണ്ണി ഉണ്ട്. ഇവരുടെ ഭാഷ വാട്ട് ഈസ് ഇൻ യുവർ ലാംഗ്വേജ്? മൊഗർമച്ച് ആൻഡ് ഗഡിയാൽ. ഗൈസ്, അങ്ങനെ നമ്മൾ മുതലേനെ നോക്കിക്കൊണ്ടിരിക്കണതിൻ്റെ ഇടയ്ക്ക് അവിടെ ഒരു കാട്ടാനേനെ കണ്ട്. വാവ്, നല്ല അടിപൊളി കൊമ്പനാണ്. മെയിൽ, ദിസ് ഇസ് മെയിൽ. എന്തായാലും ചിത്വാൻ നാഷണൽ പാർക്കിൽ വന്നത് വെറുതെ ആയില്ല. ഇവനിവിടെ ആനയുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾ കുറേ വീടുകളൊക്കെ കണ്ടപ്പോൾ തന്നെ അവനെ കളിയാക്കിയിരുന്നു. പക്ഷേ ഇവിടെ റിയലായിട്ട് ആനയുണ്ട്, മൃഗങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ്. അപ്പോൾ ഇവിടെ വരുമ്പോൾ കുറച്ച് സൂക്ഷിക്കണം. അതേപോലെ തന്നെ നമ്മൾ വീടുകളും കടകളൊക്കെ കാണുമ്പോൾ ഇവിടെ ഇങ്ങനെ മൃഗങ്ങളൊന്നും ഉണ്ടെന്ന് ഒരിക്കലും വിചാരിക്കില്ല. ഇത് കണ്ടോ, ഇതിൽ ചീങ്കണ്ണി ഉണ്ട്, അതേപോലെ തന്നെ മുതലയുണ്ട്. 2 ടൈപ്പ് സാധനങ്ങളുണ്ട്. ആനേനെ കണ്ടത് നല്ല ലക്കായി ഗൈസ്. അങ്ങനെ നമ്മുടെ ഒപ്പം ഉള്ളത് ദിസ് ഈസ് ബെർലിൻ ഫ്രം തമിഴ്നാട്. ദിസ് ഈസ് സുഭാഷ് ഫ്രം നേപ്പാൾ. ബ്രോ, വാട്ട് ഈസ് യുവർ നെയിം? ഗ്രേസ്. My name is Grace, bro. Grace from Nepal. Who is this? Samjos. Samjos from Kerala. My name is Gabriel, and I came here to see crocodile. And we seen elephants. അങ്ങനെ ചിത്വാൻ നാഷണൽ പാർക്കിൽ ഞങ്ങൾ എലിഫൻറ്റിനെയും എന്താ ക്രോക്കഡൈലിനെയൊക്കെ കണ്ടു. നല്ലൊരു പ്ലേസാണ് വന്ന് വിസിറ്റ് ചെയ്യാൻ. ഡ്യൂപ്ലിക്കേറ്റ് ഒരു ക്രോക്കഡൈൽ ഉണ്ട്, അല്ല മുതലേ ചെയ്യണ്ട എന്ത് ആ സാധനം ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒപ്പം ഫോട്ടോ എടുക്കണമെങ്കിൽ എടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഇത് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ റിയൽ ആയിട്ടുള്ളതിനെ കാണാം. റിയൽ വൺ ഈസ് ഹിയർ. ഇവിടെയുണ്ട്. ഇവിടെ സാധാ ആൾക്കാരോടുള്ള ഫോറിനേഴ്സ് എല്ലാം വന്ന ഒരു ടൂറിസ്റ്റ് പ്ലേസ്. ഹലോ, ഇവിടെ വന്നപ്പോഴും സുഭാഷിനെ കണ്ട്. സുഭാഷേ, സുഭാഷ്, സുഭാഷേ, സുഭാഷേ, എവിടെ പോയാലും നീ ഉണ്ടല്ലോ. ഗൈസ്, നേപ്പാള് ബ്യൂട്ടിഫുള്ളാണ്, നമ്മൾ വിചാരിക്കുന്ന ഒരു സ്ഥലമല്ല, നല്ല അടിപൊളിയാണ്. ഇവിടുത്തെ ആൾക്കാരും അത്യാവശ്യം എന്താ ഡീസൻ്റാണ്. നമ്മൾ പറ്റിക്കാൻ നോക്കുന്നവരുണ്ട്, പക്ഷേ അതിൽ കൂടുതലായിട്ട് നല്ല ആൾക്കാരെയാണ് നമ്മൾ കാണുന്നത്. ഗൈസ്, അങ്ങനെ നേപ്പാളിലൊരു ജിമ്മ് കണ്ടു. കോണാൻ ജിമ്മാണ്, കോണാൻ ജിം. ജിമ്മിൻ്റെ പേരൊന്നും നോക്കണ്ട, ഇതാണ് ഇവിടുത്തെ ജിം.
ഇത് ഈ ചിത്വാൻ നാഷണൽ പാർക്കിൻ്റെ അകത്തുള്ള ഏരിയ എന്താ. ഇതേപോലെ ഇവിടെ ജംഗിൾ സഫാരിയൊക്കെ കൊണ്ടുപോകുന്ന വണ്ടികളുണ്ട്. ആക്ച്വലി ഞങ്ങൾ ചിത്വാൻ നാഷണൽ പാർക്കിൽ വന്നു. ഇവിടെ ബ്രോ ഇത് സൂ ആണോ? സൂ ആണെന്ന് തോന്നുന്നു. അപ്പോൾ സൂ കാണാൻ വേണ്ടി വന്നേക്കുന്നു. ഇതാണ് ആ ഏരിയ. ഇതാണ് ചിത്വാൻ വൈൽഡ് ലൈഫ് ഡിസ്പ്ലേ ആൻഡ് ഇൻഫർമേഷൻ സെൻറ്ററിൻ്റെ ടിക്കറ്റ്. 50 രൂപ. അപ്പോൾ ഇവിടെ എന്താ കാണാനുള്ളതെന്ന് അറിയില്ല. ഇവന്മാർ വന്ന് കഴിയുമ്പോൾ കാണാം. അങ്ങടാണോ? ഓക്കെ, ദിസ് ഈസ് വൈൽഡ് ലൈഫ് ഇൻഫർമേഷൻ സെൻറ്റർ. ഓ, I will describe everything. ഓക്കെ, ജസ്റ്റ് ഡിസ്ക്രൈബ്. This one is Baby Leopard. Here is all information about. ഇത് ലിയോപാർഡിൻ്റെ തോലാണ്, ഒറിജിനലാണ്. This one is original. Okay. This one is I think wildcat. Wildcat, what is this? This is Wildcat. masked palm. എന്തെങ്കിലും ഒറിജിനൽ. ഓ ഗൈസ്, ഇവിടെ എല്ലാത്തിനെയും വെള്ളത്തിലിട്ട് വെച്ചേക്കാണ്, മരുന്നിലിട്ട് വെച്ചേക്കാണ്. ദിസ് ഇസ് വൈൽഡ് ക്യാറ്റ്. ഓ, ജംഗിൾ ക്യാറ്റ്. ഇവിടെ എല്ലാത്തിനെയും മറ്റേ ഉപ്പിലിട്ട് വെച്ചേക്കണ സെറ്റപ്പാണ് ഗൈസ്. ഇതെന്താണ് സാധനം? ഇത് ലാർജ് ഇന്ത്യൻ ക്യാറ്റ്. ഇതിനെ വെള്ളത്തിലിട്ട് വെച്ചേക്കുന്നു. ആരാണ് ഞങ്ങൾ ഇന്ത്യൻ സാധനത്തിന് ഇവിടെ കൊണ്ടു വെച്ചത്? ഇന്ത്യൻ സാധനത്തിന് മുമ്പാര് നേപ്പാളിൽ വെള്ളത്തിലിട്ട് വെച്ചേക്കാണ് ഗൈസ്. പാവം ഇന്ത്യയിൽ ഓടി കിടക്കണ്ടായിരുന്നു. ഇത് മറ്റേ സാധനം എന്തുകൂടെ അതിനെ പറയണ? ചൈനീസ്. ഫിഷിംഗ് ക്യാറ്റ്. അവിടേക്ക് എന്തോ ഉണ്ട് ഗൈസ്, അറിയാൻ പാടില്ല അതിൻ്റെ പേര്. ഇതെന്താണ്? റൈനോസറിനെ കുപ്പിയിലിട്ട് വെച്ചാണ് അവിടെ ഇട്ടുള്ളൂ ഗൈസ്. റൈനോ കാഫിനെ അവർ അക്വേറിയത്തിലിട്ട് വെച്ചിട്ടുണ്ട് വെള്ളത്തിൽ. ഓ, ഇതെന്താ സംഭവം? ആനക്കൊമ്പാണ്. ആനക്കൊമ്പല്ല, റൈനോസറിൻ്റെ കൊമ്പാണ്. ആനക്കൊമ്പ് തന്നെയാണ്. ബ്രോ വാട്ട് ഈസ് ദാറ്റ്? എലിഫന്റ്? ഓ, അത് എലിഫന്റ് ആയിരുന്നു ഗൈസ്. വാട്ട് ഈസ് ദിസ്? എടാ ഇതെന്താണത്? ബാർക്കിംഗ് ഡിയർ. സ്മോൾ ഇന്ത്യൻ മാംഗോസ്. വൈൽഡ് ബോർ. ഓ, ലുക്കിംഗ് ഗുഡ്. ഇത് പുലിയുടെ കുഞ്ഞാണ് ഗൈസ്. ഇത് ജീവനുണ്ടായിരുന്നതാണ്, ചത്തതിനെയാണ് ഇവർ കുപ്പിലിട്ട് വെച്ചേക്കണേ. ലിയോപാർഡിൻ്റെ കപ്പാണ്. അടിപൊളിയാണ്. ബ്രോ, ദിസ് ഈസ് ഒറിജിനൽ. ആക്ച്വലി ഇതിൻ്റെ ബോഡി ഒറിജിനലാണ് ഗൈസ്. ഇതിൻ്റെ ഉള്ളിൽ സ്റ്റഫ് ചെയ്തതാണ്. അടിപൊളി. ഒറിജിനൽ. അതിൻ്റെ സ്കിന്നെല്ലാം ഒറിജിനലാണ്. എന്താണ് പണ്ടത്തെ ട്രാക്കിംഗ് ഡിവൈസും ഫോറസ്റ്റിൽ യൂസ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ. ഇവിടെ എല്ലാത്തിൻ്റെ കാൽപ്പാടുകളുണ്ട്. ഗൈസ്, നേപ്പാളിൽ വന്നിട്ട് ഇനി മൃഗങ്ങളുടെ അപ്പി ഉണ്ടില്ല എന്ന് വേണ്ട. ഇവര് അപ്പി വരെയും സ്റ്റഫ് ചെയ്ത് വെച്ച് വിൽക്കുന്ന ടീംസാണ് ഗൈസ്. മൃഗങ്ങളുടെ അപ്പി എടുത്തിട്ട് അത് സ്റ്റഫ് ചെയ്ത് വെച്ചിട്ട് അതുവരെ വിറ്റ് കാശാക്കുന്ന ടീമാണ്.
ഇവിടെ കുറേ മീനൊക്കെ കിടക്കുന്നുണ്ട്. ഗൈസ് ഇത് ഒറിജിനൽ സ്കിന്നാണ്, പക്ഷെ അതിൻ്റെ അകത്ത് സ്റ്റഫ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഇത് സ്കിൻ ഓ ഒറിജിനൽ സ്കിന്നാണ്, അതിൻ്റെ ഉള്ളിൽ സ്റ്റഫ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഇതും അതെ. ഓ ഗൈസ് ഇവർ കൊള്ളാം, ഇവരുടെ മ്യൂസിക്കെല്ലാം അടിപൊളിയാണ്. ഇവിടെ കുറേ ചെറിയ തലോട്ടികളൊക്കെ ഉണ്ട്. ഇത് മറ്റ് ഇതിൻ്റെയൊക്കെ തന്നെയാണ്, ക്രോക്കഡൈലിൻ്റെയും ചീങ്കണ്ണിയുടെ ഒക്കെയാണ്. ഇവിടെ കുറേ ചെറിയ ജീവികൾ, ഈച്ച, പാറ്റ മുതലായ ഐറ്റംസ്. ഗൈസ് ബട്ടർഫ്ലൈസ് എല്ലാം ഒറിജിനലാണ് കേട്ടോ. കണ്ടുകഴിയുമ്പോൾ ഒറിജിനലാണെന്ന് തോന്നും, പക്ഷേ എല്ലാം ഒറിജിനലാണ്. ഹിയർ പൈത്തോൺ. പിന്നെ ക്യാമറയിൽ കാണാൻ പറ്റണില്ല ഗൈസ്. ഓ ഗൈസ് ഇവിടെ ഉണ്ട്. അവനവരെ കുപ്പിയിലാക്കി. ഗൈസ് വാട്ട് ഈസ് യുവർ സ്നാക്സ്? സ്നാക്സ് 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 അല്ല, സ്നേക്സ് ആണ്. സ്നേക്സ്. I like this. Shall we take? Guys, which snake is this? Reproductive organ of Mogarmoths. Means? Guys, ഇവിടെ മൃഗങ്ങളുടെ അപ്പി മാത്രമല്ല, ഇവിടെ റീപ്രൊഡക്റ്റീവ് ഓർഗൺ വരെ ഇവർ കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ട് വരുന്നവർക്ക് കാണാൻ വേണ്ടി. ഇതൊക്കെ എന്താന്നുള്ളത് റീപ്രൊഡക്റ്റീവ് ഓർഗൺ ഓഫ് ഗാരിയൽ ക്രോക്കഡൈൽ. ക്രോക്കഡൈലിൻ്റെയൊക്കെ റീപ്രൊഡക്റ്റീവ് ഓർഗനാണ്. പിന്നെ ഇത് ഇവിടെ നമ്മുടെ ഉടുമ്പ് കിടക്കുന്നുണ്ട്, ഉടുമ്പ്. ഗൈസ് എന്നാലും ഇത് വല്ലാത്ത കാഴ്ചയായി പോയി. റീപ്രൊഡക്റ്റീവ് ഓർഗൺ വരെ കുപ്പിയിലാക്കി വെച്ചിരിക്കുന്ന നേപ്പാൾ. പിന്നെ ഇത് ഏതൊരു പാമ്പ്, ക്രോക്കഡൈലിൻ്റെ കുഞ്ഞ്. ദിസ് ഈസ് കോഴീനെ വരെ ഇവിടെ സ്റ്റഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കോഴിയുടെ അകത്ത് വരെ ഇവിടെ ഫില്ല് ചെയ്തിട്ട് സ്റ്റഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് വന്ന് കാണേണ്ട ഒരു പാർക്ക് തന്നെയാണ് കേട്ടോ ഈ ചിത്വാ നാഷണൽ പാർക്ക്. എല്ലാ ജീവികളെയും അത്യാവശ്യം ഒറിജിനാലിറ്റിയിൽ തന്നെ സ്റ്റഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓ ഗൈസ് വാട്ട് ഈസ് ദിസ്? ഓ മലമുഴക്കി വേഴാമ്പൽ. ആ സാധനമൊക്കെ ഇവിടെ ഉണ്ട്. ഓ എല്ലാം ഒറിജിനൽ ബോഡിയും ഒറിജിനൽ സ്കിന്നുമാണ്. അതിൻ്റെ അകത്ത് ഓരോന്ന് സ്റ്റഫ് ചെയ്ത് വെച്ചേക്കുന്നത്. അവിടെ ഇതെന്താണ്? ഓസ്ട്രിച്ചിൻ്റെ എഗ്ഗ്. ഒട്ടകപ്പക്ഷിയല്ലേ? Crocodile egg. ക്രോക്കഡൈൽ എഗ്ഗ്. ഇത് എന്തിട്ടുണ്ടാവും? കോഴിമുട്ടയാണ്. ഇതിനെ പറയണ എന്താണ്? ക്രോക്കഡൈൽ. ഗാരിയൽ ക്രോക്കഡൈൽ. ലോങ് ഇതുള്ള ഇതെന്താ? ഇത് ഭാരത് മഗർ ക്രോക്കഡൈൽ. ഇതെന്താണ്? ഫിഷ്. ആമേനെ നോക്കിയടാ, ആമല്ലേ ഇത്? ഒരു ജെയിൻ്റ് ആയിട്ടുള്ളൊരു ആമ. പക്ഷെ ഇത് കാണാൻ പറ്റുള്ളടാ, കാണാൻ പറ്റണില്ല ഗൈസ്. ജെയിൻ്റ് ആയിട്ടുള്ളൊരു ആമ. ആമേനെ കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ വെയിലുണ്ട്. ഡോൾഫിനാണ് കേട്ടോ, സോറി വെയിലല്ല, ഡോൾഫിൻ. ഗാൻജസ് റിവർ ഡോൾഫിൻ. ഡോൾഫിനെയും ഇവിടെ കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കാണുന്നതിനൊക്കെ കുപ്പിയിലാക്കുന്ന ടീമാണ്. ഗൈസ് ദിസ് ഇസ് ദാറ്റ് ഡോൾഫിൻ. ഇതെന്താ സംഭവം? ഇതും ഡോൾഫിനാണെന്ന് തോന്നുന്നു, കാണാൻ പറ്റണില്ല, വെള്ളമൊക്കെ പോയി. ഗൈസ് അങ്ങനെ ഞങ്ങൾ ഇതിൻ്റെ അകത്തുനിന്ന് ഇറങ്ങിയാണ്. അപ്പോൾ ഒരിക്കലും മിസ് ചെയ്യാൻ പറ്റാത്തൊരു സ്ഥലമാണ് ചിത്വാ നാഷണൽ പാർക്കിൻ്റെ അകത്തുള്ള ഈ മ്യൂസിയം. വെറും 50 രൂപത്തോളം ഇവിടുത്തെ ടിക്കറ്റ്. ഞങ്ങളപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിയാണ്. ഗൈസ് ഇവിടെ കണ്ട ഒരു അടിപൊളി കാഴ്ചയാണ്. നമ്മളെ കടലാസ് ഇവിടെ അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട്. അതും സുഭാഷ് കോൾഡ് സ്റ്റോറിൻ്റെ അടുത്താണ് ഗൈസ്. അങ്ങനെ എടാ ഇതിൻ്റെ പേരെന്താ? വാട്ട് ഈസ് ഇറ്റ്സ് നെയിം? ബെൽപൂരി. വാട്ട് ഈസ് ദിസ്? ചന ചട്പട്ട്. This is local Nepali Subhash. India mein bhi hai. I am saying about Subhash. This is local Nepali Subhash. ഇവിടെയായിരുന്നു ആ പൂവ് ഗൈസ്.
ഗൈസ് ഇവിടെ നല്ല ടൂറിസ്റ്റുകളെല്ലാം വന്ന ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ ഇത്. സൗരഭം ചിത്വാൻ നാഷണൽ പാർക്കിൻ്റെ അകത്തുള്ള ഈ ഏരിയ. ഇരിക്കാനൊക്കെയുള്ള സ്ഥലങ്ങളുണ്ട്, കഫേസ് ഉണ്ട്. കഫേസ് വളരെ നല്ലൊരു സ്ഥലമാണ് കേട്ടോ, വന്നിരിക്കാനെല്ലാം പറ്റിയൊരു സ്ഥലമാണ്. പിന്നെ കുപ്പിക്കൊന്നും ഒരു ക്ഷാമമില്ലാത്ത സ്ഥലമാണ്. ആൽക്കഹോൾ ഇവിടുത്തെ മെയിൻ ഒരു ഐറ്റമാണ്. Subhayatra eros, inda tunda savari subhayatra eros, kondar poli dekho ajur asirbat jago. ഫോട്ടോസ് സ്പോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ഞങ്ങളെല്ലാവരും കുറേ ഫോട്ടോ ഒക്കെ എടുത്ത് അതിനുശേഷം ഇപ്പുറത്തോട്ടൊക്കെ വരികയെന്നുണ്ടെങ്കിൽ അടിപൊളിയാണ്. ഇവിടെ ഇതേപോലെ തന്നെ കുറേ ഫോട്ടോ സ്പോട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എൻ്റെ ഫോണിൻ്റെ മെമ്മറി ഫുള്ളായി. ഞാനിപ്പോൾ ഫ്രണ്ടിൻ്റെ ഫോൺ എടുത്ത് ഇവിടെ ഫോട്ടോ സ്പോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. അതിനുശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഈ നാഷണൽ പാർക്കിൻ്റെ അകത്ത് തന്നെയുള്ള ഒരു ഹാങ്ങിങ് ബ്രിഡ്ജിൻ്റെ അടുത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ മുമ്പിൽ കാണുന്നത് ജംഗിൾ സഫാരിയുടെ വാഹനമാണ്. ഗൈസ് ഇത് നേപ്പാളിലുള്ളൊരു പാടമൊക്കെയാണ്, നല്ല അടിപൊളിയാണ്. നാഷണൽ പാർക്കിന്റെ അകത്താണ് ഈ കാണുന്ന വീഡിയോകളെല്ലാം. അടിപൊളിയാണ് ഗൈസ്. നമ്മുടെ നാട്ടിൽ മാത്രമല്ല കൃഷി, ഇവിടെയൊക്കെ പലയിടങ്ങളിൽ ഈ മലയുടെ മേളിൽ അടിപൊളിയായിട്ട് കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട്. ഗൈസ് ദിസ് ഈസ് സസ്പെൻഷൻ ബ്രിഡ്ജ്. നേപ്പാളിലെ ചിത്വാൻ നാഷണൽ പാർക്കിന്റെ അകത്തുള്ള ഒരു സസ്പെൻഷൻ ബ്രിഡ്ജാണ് ഇത്. അടിപൊളിയാണ്. ഞങ്ങൾ ഇവിടെ കയറാൻ വേണ്ടിയാണ് ഇങ്ങോട്ട് വന്നത്. ഗൈസ് അങ്ങനെ ചിത്വാൻ നാഷണൽ പാർക്കിൻ്റെ അകത്തുള്ളൊരു സസ്പെൻഷൻ ബ്രിഡ്ജാണിത്. അടിപൊളിയാണ് ഗൈസ്, കാണാൻ നല്ല അടിപൊളി ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെയാണ്. സൂപ്പർ ഒരു പ്ലേസാണ്. ഇതും മസ്റ്റ് വിസിറ്റാണ്. ചിത്വാൻ നാഷണൽ പാർക്കിൻ്റെ അകത്ത് തന്നെയുള്ളൊരു സ്ഥലമാണ് ഗൈസ്. ഇതാണ് ചിത്വാൻ നാഷണൽ പാർക്കിൻ്റെ അകത്തുള്ള ഹാങ്ങിങ് ബ്രിഡ്ജ്, സസ്പെൻഷൻ ബ്രിഡ്ജ്. ദിസ് ഈസ് സുഭാഷ് ആൻഡ് ടീം. Go. Bash. അയ്യോ ഗൈസ് നല്ല രസമുണ്ട് ഇതിൻ്റെ ഉള്ളിൽ ഇവിടെ നടക്കാൻ. ഗൈസ് ഇവിടെ നടക്കാൻ രസമുണ്ട്, പക്ഷേ ഫോൺ കയ്യിൽ നിന്ന് പോകുന്നൊരു പേടിയുണ്ട്. ഈ ഫ്രണ്ടിൽ പോണന്മാരെടുത്ത് ആട്ടണുണ്ട് ഇതൊക്കെ. ഗൈസ് അങ്ങനെ ഞങ്ങൾ സസ്പെൻഷൻ ബ്രിഡ്ജിൽ എവിടെ നടക്കുകയാണ്. ദിസ് ഈസ് ഗ്രേസ് ഫ്രം നേപ്പാൾ. ഇത് ഏറ്റവും സെൻറ്ററിലുള്ള ഒരു പോർഷനായിട്ട് വരും. ഗായ്സ് ഇതിലെവിടെ നടക്കാനില്ല, ഒരു പ്രത്യേക ഫീലാണ്. ഇപ്പൊ പോയാനെ അയ്യേ ഉമ്മാരിതിട്ട് നല്ല കുലുക്കാണ്. എപ്പോഴാ പൊട്ടണതെന്ന് പറയാൻ പറ്റില്ല. അപ്പം ഞാൻ നേപ്പാളായതുകൊണ്ട് വലിയ കുഴപ്പമുണ്ടാവില്ല, നമുക്ക് വിശ്വസിച്ച് നടക്കാം. ഒരു കുഞ്ഞിക്കൊച്ചി തന്നെ ഉണ്ട്. Look at there. Love birds.
ഗൈസ് ഇതും ചിത്വാൻ നാഷണൽ പാർക്കിൻ്റെ ഒരു ഭാഗമാണ്. ഇവിടെ എലിഫൻറ്റ് ബ്രീഡിങ് ചെയ്യുന്ന ഒരു സ്ഥലം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ ഒരു ഏരിയ കാണാൻ വേണ്ടി ഞങ്ങൾ വന്നേക്കുക. ഗൈസ് ഇവിടെ ടിക്കറ്റ് കൗണ്ടറൊക്കെ ഉണ്ട്. എത്ര ടിക്കറ്റ് നിന്ന് എടുത്ത് കഴിഞ്ഞിട്ട് പറയാം. ഇവിടുത്തെ ടിക്കറ്റ് ഹൗ മച്ച് ബ്രോ? 50 rupees. ഇവിടെയും ഓക്കെ 100. ഓ ഇത് 50 rupees നേപ്പാളിൽ എൻട്രിക്ക്. അത് ഇവർ എടുത്തുകൊണ്ടാണ് 50 rupees കിട്ടിയത്. അപ്പോൾ ഇതാണ് ഒരു എലിഫൻറ്റ് ബ്രീഡിങ് സെൻ്ററാണിത്. ഇവിടെ കുറേ എലിഫൻസ് ഉണ്ട്. ഓ ഫണി. ദിസ് ഈസ് എലിഫൻറ്റ് ബ്രീഡിങ് ആൻഡ് ട്രെയിനിങ് സെൻറ്റർ. പക്ഷേ നമ്മളെ നാട്ടിൽ ആനയുടെ അത്രയൊന്നും ഭംഗിയില്ല കേട്ടോ. അല്ല സാമേ, നമ്മളെ നാട്ടിൽ ആനയുടെ അത്രയും ഭംഗിയില്ല. ദിസ് ഈസ് നോട്ട് ഗ്ലാമർ ലൈക്ക് അവർ എലിഫൻറ്റ്. കേൾക്കും ഗൈസ്. പക്ഷെ നമ്മളത്രയും ആനയുടെ അത്രയൊന്നും ഭംഗിയില്ല കേട്ടോ. ആരും കുഴപ്പമില്ല. കൊണ്ടുരുട്ടി തിന്നോണ്ടിരിക്കുക. ഇതൊരു കുട്ടിയാനുണ്ട്. നല്ല അടിപൊളിയാണ്. ബച്ച ഇവൻ കൊള്ളാം. പിന്നെ ഇവിടെ ഉള്ളവനും അത്യാവശ്യം കൊള്ളാം. നല്ല സൈസുള്ള ആനയും. കാണാനോട് ഇഷ്ടംപോലെ ടൂറിസ്റ്റുകൾ വരുന്ന സ്ഥലമാണ്. അപ്പുറത്തൊരു കുട്ടിയാനുണ്ട്. ഓ അടിപൊളി കുട്ടിയാനുണ്ട്. ഇത് അത്യാവശ്യം സൈസായിട്ടുള്ള ആന. നമ്മൾ ഈ ബോർഡറിൻ്റെ ഇപ്പുറത്താണ്. എന്തെങ്കിലും കുഴപ്പമുണ്ടോയെന്ന് അറിയില്ല. അവർ പറഞ്ഞത് കുഴപ്പമൊന്നുമില്ല എന്നാണ്. കുട്ടിയാണ്. ഇവിടെ ഒരുത്തൻ്റെ ഇതോ തീറ്റയൊക്കെ മേത്തോട്ട് വലിച്ചോ ചെറിയാണ്ട്. ഇവിടെ ഇവരുടെ കൊച്ചി കയറിയുന്ന ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കണ്ട്. ഇയാളെ ഏത്തിടാൻ കണ്ട് പറഞ്ഞിട്ട് ആന ഏത്തിടം എന്താണ്ടോ കാണുന്നത്. നേരത്തെ ഒരു ആന പട്ടീനെ പോലെ കാണിക്കുമ്പോൾ അതേപോലെ കാണിക്കുന്നുണ്ട്. ഇത് ഏത്തിടാൻ മാലയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. dog. So guys, അങ്ങനെ ഒരു കൊച്ചിനെയും കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ ആനനെ കൊണ്ട് വീണ്ടും മാലിടിക്കാണ്. ഗൈസ് അങ്ങനെ അവിടെ നിന്ന് വരുമ്പോൾ ഇവിടെ കുറേ മരങ്ങളൊക്കെ കാണാം. നല്ല അടിപൊളി ലാൻഡ്സ്കേപ്പാണ്. ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റിയൊരു ഏരിയയാണിത്. അതിൻ്റെ പുറകിൽ ആ ബ്രിഡ്ജും കൂടി വരുമ്പോൾ നല്ല അടിപൊളി ഒരു ഭംഗിയാണ്. ഇവിടെ ഞങ്ങളുടെ ഫ്രണ്ട്സിൽ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. സുഭാഷേ
ഗൈസ് അങ്ങനെ ഞങ്ങൾ ചിത്വാങ് നാഷണൽ പാർക്കിൽ നിന്ന് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ഇവിടുത്തെ ഒരു കുതിരവണ്ടി, ഇവിടെ ഒരു കുഞ്ഞ നിൽക്കണി. കുതിരക്ക് സൈഡ് കൊടുക്കാൻ അറിയില്ല ഗൈസ്. അങ്ങനെ കുതിര സൈഡ് തന്നു. ഇതാണ് പാടം, നേപ്പാൾ പാടം. ദിസ് ഈസ് ദ കർഷകൻ കിസാൻ.